ഞങ്ങൾ വിശ്വകർമ്മ അക്കാഡമിക്കാർ അതിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നെഗറ്റീവായിട്ടുള്ള ഈ ചിന്താഗതികൾ വി ഡോണ്ട് സപ്പോർട്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ഫോർമേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ആസ് ദ ടൈം ഓഫ് സ്റ്റഡി. അല്ലെങ്കിൽ വെറുതെ സബ്ജക്റ്റ് പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പോൾ വാട്ട് യു ടു മേക്ക് എ വെരി ഗുഡ് പ്ലാനിങ്. പക്ഷേ ചെറുപ്പ പിള്ളേർക്ക് അതിൻ്റെ ഐഡിയ ഇല്ലല്ല. അതുകൊണ്ട് പേരൻസ് ആണ് അത് ശ്രദ്ധിക്കേണ്ടത്. ക്ലാസ് BSc ഫിസിക്സുകാരനായിരുന്നു. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ഡിഗ്രി ഉണ്ട്. കാരണം ഇതെല്ലാം ഞാൻ പ്രൈവറ്റായിട്ട് പഠിച്ചതാണ്. MA പൊളിറ്റിക്കൽ സയൻസ്, PhD ഇൻ ഇന്റർനാഷണൽ റിലേഷൻസ്, പിന്നെ PG ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ്, ബ്രെയിൻ സയൻസ് എല്ലാം ഞാൻ പഠിച്ചതാണ്. നിങ്ങളുടെ മക്കൾ ഒരു IAS ഓഫീസറോ IPS ഓഫീസറോ അതുമല്ലെങ്കിൽ ആർമിയുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ വീടിന് മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? ആ സ്വപ്നം നിങ്ങളുടെ മക്കളിലേക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ പകർന്നു കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന കൃത്യമായ കരിയർ ഗൈഡൻസ് കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത് മറ്റെങ്ങുമല്ല, എറണാകുളം ജില്ലയിലെ വൈറ്റിലയുടെ ഹൃദയഭാഗത്തുള്ള സ്ഥിതി ചെയ്യുന്ന വിശ്വപത്മം അക്കാദമിയിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. വിശ്വപത്മ അക്കാദമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ മത്സര പരീക്ഷകൾക്കും കോച്ചിങ് കൊടുക്കുന്ന സ്ഥാപനമാണ്. ഇന്ത്യയിലെ മത്സര പരീക്ഷ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട മത്സര പരീക്ഷ സിവിൽ സർവീസ്, IAS IPS പോലുള്ള സംഗതികൾ, ഡിഫൻസ് സർവീസ്, ആർമി ഓഫീസർമാരുടെ ആ റാങ്കിലൊക്കെ ഉള്ള, പിന്നെ നമ്മുടെ കേരള PSC, ബാങ്ക്, മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ്, നീറ്റ്, അങ്ങനെ ഒരുപാട് മത്സര പരീക്ഷകളുണ്ട്. ഇതിലിപ്പോൾ നിങ്ങൾ പഴയതുപോലെയല്ല, ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ വേക്കൻസി കുറവാണ്. അതുകൊണ്ട് അപ്ലിക്കൻസ് കൂടുതലാണ്. അപ്പം മുമ്പിൽ വരണമെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിന് പ്രത്യേക കോച്ചിങ് തന്നെ കിട്ടിയത്. പണ്ട് ഈ പറഞ്ഞ രീതിയിൽ ആൾക്കാർ കുറവായിരുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ആപ്ലിക്കേഷൻസ് കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ഇതൊക്കെ പഠിച്ചാൽ കയറിപ്പോവാം. ഉദാഹരണമായിട്ട് എനിക്ക് ഈ പറഞ്ഞ ഞാൻ ഓൾ ഇന്ത്യ സർവീസ് കയറിയ ആളാണ്. ഓൾ ഇന്ത്യ സർവീസ് എന്ന് വെച്ചാൽ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഓഫീസർ, ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് ഓഫീസർ. അധികം വേക്കൻസി ഒന്നുമില്ല. അതെനിക്ക് കൊണ്ട് ഇന്ത്യ ഒട്ടാകെ ഒരു 60 വേക്കൻസിയാണുള്ളത്. ആ 60 വേക്കൻസി ഇന്ത്യ ഒട്ടാകെ. അപ്പോൾ ഓരോ സ്റ്റേറ്റിനും കൂടി ഒന്ന് 5-8 സീറ്റാണ് മാക്സിമം. പക്ഷെ ഞാനത് 21ാമത്തെ വയസ്സിൽ ഓൾ ഇന്ത്യ പരീക്ഷയിൽ ഞാൻ ഓൾ ഇന്ത്യ ഫസ്റ്റ് ആയിരുന്നു. നിങ്ങൾ ആലോചിക്കണം, ഞാൻ വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഞാൻ വളരെ കഷ്ടപ്പെട്ട് വിദ്യാഭ്യാസമൊക്കെ നടത്തി. പക്ഷെ ഓൾ ഇന്ത്യ സർവീസിൽ എനിക്ക് കയറാൻ പറ്റി. അത് ഒരു വലിയൊരു നേട്ടമായിരുന്നു. പക്ഷേ അതിന് എനിക്ക് ഈ പറഞ്ഞ വലിയ ടാർഗറ്റൊക്കെ ഉണ്ടായിരുന്നു. IAS എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ IAS എടുക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം വെച്ചാൽ അന്ന് ഇന്റലിജൻസ് ബ്യൂറോ സീക്രട്ട് സർവീസ് ആയതുകൊണ്ട് അവർ എന്നോടൊരു കണ്ടീഷൻ വെച്ച്. എന്താണ്? ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ രാജിവെച്ച് പോകാൻ പാടില്ല, സീക്രട്ട് സർവീസാണ്. ആ കണ്ടീഷൻ വെച്ച്. അപ്പം അതുകൊണ്ട് വേറെ മാർഗ്ഗമില്ല. കാരണം വെച്ചാൽ എനിക്കൊരു ഓൾ ഇന്ത്യ സർവീസ് കിട്ടുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ജീവിതക്കാരും വളരെ കഷ്ടപ്പെട്ട് നടക്കുന്ന സമയത്തുണ്ടായി. പക്ഷേ ഇത് എങ്ങനെയൊക്കെ ആയാലും എനിക്ക് IAS എടുക്കണമെന്ന് വലിയ താല്പര്യമായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ വിട്ടുകൊടുത്തില്ല. IB ആണെങ്കിലും I fought. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അവകാശമുണ്ടെന്നൊക്കെ പറഞ്ഞ് ബഹളമൊക്കെ ഉണ്ടെങ്കിൽ അവസാനം ഗവൺമെൻറ് എനിക്ക് പെർമിഷൻ തന്നു. പക്ഷെ അപ്പോഴേക്ക് 25 വയസ്സായി, 24 വയസ്സായി. 25 വയസ്സ് കഴിഞ്ഞാൽ 25 വയസ്സാണ് അന്ന് കട്ട് ഓഫ്. പക്ഷെ അതോടുകൂടി എനിക്ക് ഈ പറഞ്ഞ ആ സമയത്ത് ഞാൻ ത്രിപുരയിലായിരുന്നു. ത്രിപുരയിൽ ഈ പറഞ്ഞ ഒരു വളരെ ബാക്ക്വേർഡ് ഏരിയയാണ്. ആ ത്രിപുരയിലെ ഇതിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ന്യൂസ് പേപ്പർ വരാൻ പോലും താമസിക്കുന്ന കാലമാണ്. അപ്പോൾ കൽക്കട്ടയിൽ നിന്ന് വരണം. അങ്ങനെയുള്ള സിറ്റുവേഷനുള്ള സമയത്താണ് ഈ പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞ കുറേ കാലം ഓൾ ഇന്ത്യ സർവീസിൽ കയറി. 25 വർഷം ഓൾ ഇന്ത്യ സർവീസിൽ ഞാൻ കയറി. ഒരുപാട് ഇന്ത്യയുടെ 5-10 സംസ്ഥാനങ്ങൾ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ രാജ്യത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടെന്നും പറയുന്നില്ല. അവസാനം ഞാൻ നേരത്തെ ഈ പറഞ്ഞ രീതിയിൽ 25 വർഷം കഴിഞ്ഞു. അപ്പം സർവീസ് ബാക്കി 15 കൊല്ലം സർവീസ് ബാക്കിയുണ്ടായിരുന്നു. ഞാൻ രാജിവെച്ചു. പക്ഷെ ആ സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. കാരണം എനിക്ക് ഈ പറഞ്ഞ IAS എടുക്കാൻ പറ്റിയില്ല. പക്ഷെ എനിക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ അല്ലാതെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള എന്നെ പോലുള്ള ബാക്ക്വേർഡ് ഏരിയയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ പിന്നോക്കക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഇതായിട്ടുള്ള ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നത്. അപ്പോൾ അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ഒരു പ്രധാന സംഗതി എന്താണെന്ന് വെച്ചാൽ അന്ന് ഇവിടെ വലിയ കോച്ചിങ് സെൻ്ററൊന്നും കാര്യമായിട്ടില്ല. കുറച്ച് ആൾക്കാരുണ്ട്, പക്ഷെ അതില്ല. ആ സമയത്ത് ഞാൻ ഓൾ ഇന്ത്യ തന്നെ അന്ന് ഏറ്റവും നല്ല ഒരു 10-50 സംസ്ഥാനങ്ങളിൽ 10-25 സംസ്ഥാനങ്ങളിൽ 10-15 സംസ്ഥാനങ്ങളിൽ ഇതുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതിൻ്റെ സച്ദേവ കോളേജ് എന്ന് പറയും. സച്ദേവ ന്യൂ PT കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജ് ഈ പറഞ്ഞ
ആ ഡൽഹി ബേസ്ഡായിട്ടുള്ള ആ ഇതിൻ്റെ ഒരു ഫ്രാഞ്ചൈസി ഞാൻ എടുത്ത്. ഫ്രാഞ്ചൈസി വെച്ചാൽ അവരുടെ ഇത്. പക്ഷെ അവർ ഒരു നല്ല കഴിവുള്ള ഒരു ഇതായിരുന്നു. അവരാണ് മാഗസിനാണ് ഈ കോമ്പറ്റീഷൻ സക്സസ് റിവ്യൂ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഓൾ ഇന്ത്യ സർവീസ് കയറാനുള്ള ഇത് കിട്ടിയത് കാരണം കോമ്പറ്റീഷൻ സക്സസ് റിവ്യൂ ഞാൻ ചെറുപ്പത്തിലെ മുതൽ വായിക്കുമായിരുന്നു. അത് എല്ലാ മത്സര പരീക്ഷയ്ക്കും മുതൽ എഴുതുന്ന ഗൈഡൻസ് ഒരു സ്ഥാനം. അപ്പൊ അവരുടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ പറഞ്ഞ സത്യദേവ കോളേജ്. അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 1997 തുടങ്ങുന്നത്. ആ 97 തുടങ്ങുമ്പോൾ ആദ്യം തന്നെ എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അന്ന് ഈ പറഞ്ഞ ഇത് നമ്മൾ 10-12 മാസം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചിട്ടാണ് പരീക്ഷ എഴുതുന്നത്. പക്ഷെ ഇവരൊരു ക്രാഷ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം വേണം വെച്ചത്. ക്രാഷ് പ്രോഗ്രാം കഷ്ടിച്ച് ഒരു മാസമേ ഉള്ളൂ. കാര്യം മാർച്ചിൽ പരീക്ഷ തീരും, ഏപ്രിൽ അവസാനം ആകുമ്പോഴേക്കും ഈ പറഞ്ഞ എൻട്രൻസ് പരീക്ഷ വരും, മെയ് മാസം ആകുമ്പോഴേക്കും എൻട്രൻസ് പരീക്ഷ വരും. അപ്പോൾ കുറച്ച് സമയം, ഒരു മാസം കൊണ്ട് എന്താ ആൾക്കാരെ പഠിപ്പിക്കാൻ പറ്റുന്ന അത്ഭുതമാണ്. അപ്പോൾ അന്ന് എന്നോട് അവർ പറഞ്ഞു, പക്ഷേ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഈ പറഞ്ഞ കുറച്ച് ക്യാമ്പയിനൊക്കെ ചെയ്ത്, പക്ഷേ ഇതായതുകൊണ്ട് കഷ്ടിച്ചന്ന് 18 പിള്ളേർ എനിക്ക് വന്നോളൂ, 18 പിള്ളേർ. അപ്പോൾ 18 പിള്ളേർ തോന്നി ഞാൻ അവർക്ക് വേണ്ട ഇതൊക്കെ. അപ്പം അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് തന്നെ അവരുടെ സാറ് വന്നിട്ട് അങ്ങനെ എന്നോട് പറഞ്ഞു ഇന്ത്യൻ്റെ കാര്യം. അപ്പം അങ്ങനെ ചെയ്ത് പിന്നെ മോഡൽ ടെസ്റ്റ് പഠിച്ച് വർക്കൗട്ട് ചെയ്ത് മാക്സിമം വർക്കൗട്ട് ചെയ്ത് റിസൾട്ട് വന്നപ്പോൾ അത്ഭുതം എനിക്ക് തന്നെ തോന്നി. കാരണം 18 പേരിൽ ഒരു 14 പേരോളം ജയിച്ചു. എല്ലാത്തിനും ഈ പറഞ്ഞ പോസ്റ്റിംഗ് കിട്ടി. എന്ന് മാത്രമല്ല ഏറ്റവും തമാശയുള്ള IIT പോലും വന്നു. IIT കിട്ടാതെ ചോരപ്പാട്. IIT പോലും ഒരു കുട്ടി പാസ്സായി എന്നുള്ളത്. അപ്പം അതിനൊരു പ്രത്യേക ശൈലിയുണ്ട്, പ്രത്യേക പഠിപ്പിക്കുന്ന രീതിയുണ്ട്. ഈ രീതികളൊക്കെ മനസ്സിലാക്കി അങ്ങനെ അവരുടെ തന്നെയാണ് കണ്ടത്. അതുകൊണ്ടൊരു ഗുണമുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് വേണ്ട ആൾക്കാർ വരും ചേരും, അവരെ ഇതുള്ളൂ. നല്ലൊരു സ്ഥാപനമായിരുന്നു. ഞാൻ അങ്ങനെ കുറേ കാലം കൊണ്ടുവന്ന് 2005, 2006 വരെ ഞാനത് കൊണ്ടുവന്നു. അതിനുശേഷമാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വിശ്വകർമ്മ അക്കാഡമി എന്ന് പറഞ്ഞത് കൺവേർട്ട് ചെയ്തത്. വിശ്വകർമ്മ ഓൾറെഡി ഉണ്ടായിരുന്നു, പക്ഷേ വിശ്വകർമ്മ അക്കാഡമി നേരിട്ട് തന്നെ ഈ പറഞ്ഞ പരിപാടി തുടങ്ങി. അങ്ങനെ എൻ്റെതായ കൺട്രസ് കോച്ചിങ് ഞാൻ മുന്നോട്ട് പോയി. ഇവിടെ ഒരു പ്രശ്നമൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മത്സര പരീക്ഷ എന്നുള്ള സംഗതി ഈ പറഞ്ഞാൽ നല്ല മിടുക്കന്മാരായ പിള്ളേർക്ക് മാത്രമാണ് ഇത് കയറാൻ പറ്റുന്നത്. അത് അതൊന്ന് മനസ്സിലാക്കാം. പക്ഷെ ആദ്യ കാലത്ത് ഞാനിത് പഠിപ്പിച്ചിരുന്ന സമയത്ത്, അതായത് ഈ പറഞ്ഞ 90കളിൽ ശേഷമുള്ള പീരീഡിൽ നല്ല സ്കൂൾ, നല്ല കോളേജുകളിൽ അല്ല നല്ല സ്കൂളിൽ നല്ല പഠന രീതി ഉണ്ടായിരുന്നു. അന്ന് ഈ പറഞ്ഞാൽ പിള്ളേർ മനഃപൂർവ്വം പാസ്സാക്കില്ലായിരുന്നു. ഇപ്പം അതല്ല. പണ്ട് ഈ പറഞ്ഞാൽ ഇപ്പം ഞാനൊക്കെ SLC പഠിച്ചപ്പോൾ റിസൾട്ട് 60%, 55%ഒക്കെയാണ് ഈ പറഞ്ഞാൽ ഇതിൽ ജയിച്ച ആൾക്കാർ. ബാക്കി 45 പേര് തോക്കുകയാണ് ചെയ്യണം. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ 2000 കഴിഞ്ഞ 2010 ആയപ്പോഴേക്ക് സംഗതി ആകെ മാറി. കാര്യം അവിടെ ഒരു റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നു. ആ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ ആ കുട്ടികളെ കമ്പൽസറി ആയിട്ട് പഠിപ്പിച്ചോണം, തോൽപ്പിക്കാൻ പാടില്ല. അപ്പൊ 8ാം ക്ലാസ് വരെ 14 വയസ്സാകുന്നത് വരെ പിള്ളേർക്ക് ഇതാണ് തോൽപ്പിക്കാൻ പാടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ അത് പക്ഷേ വലിയൊരു ഇതായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ പറഞ്ഞാൽ 1ാം ക്ലാസ് ശരിക്കും പഠിക്കാത്തൊരു കുട്ടി 2ാം ക്ലാസ്സിൽ പ്രൊമോഷൻ കൊടുത്തിട്ട് അവൻ എന്ത് ചെയ്യാനാണ്? അങ്ങനെ 3ാം ക്ലാസ്സിൽ വരും, 4ാം ക്ലാസ്സിൽ വരും, 8ാം ക്ലാസ്സിൽ ചിലർ തോൽപ്പിക്കാൻ മാറുള്ളൂ. 8ാം ക്ലാസ് ശരിക്കും പറഞ്ഞാൽ ഒരു 5-6 പേര് വെച്ച് ബാക്കിയൊക്കെ തോക്കും. പക്ഷെ അതവർ ചെയ്യൂല, പിന്നെയും കടത്തി കൊടുക്കും. പക്ഷെ അന്ന് ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, കേന്ദ്രീയ വിദ്യാലയം പഠിക്കുന്നത് പിള്ളേർ തന്നെ മിടുക്കന്മാരായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ ലോ വന്നതിന് ശേഷം, ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വന്നതോടുകൂടി സംഗതിയൊക്കെ മാറി. അവിടെ ഈ പറഞ്ഞാൽ ഒന്നും പഠിക്കാത്ത കൊച്ചിനെ 2ാം ക്ലാസ്സിൽ പോയിട്ടല്ലേ പറ്റും, 3ാം ക്ലാസ്സിൽ പോയല്ലേ പറ്റും. അങ്ങനെ പറ്റി അവർ 8ാം ക്ലാസ്സിൽ കഴിയുമ്പോൾ തോപ്പിക്കാനുള്ള ധൈര്യം കാണിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഈ പിള്ളേർക്ക് ഞാൻ ട്യൂഷൻ കൊടുത്തപ്പോഴാണ് മനസ്സിലായി അവർക്ക് ഒന്നും തന്നെ അറിയില്ല, എല്ലാവരും ഹാപ്പിയാണ്. എന്നാലോചിച്ചു. പക്ഷെ എന്നിട്ട് എന്താ സംഭവിച്ചത്? ദാറ്റ് വാസ് എ ലോസ്. എനിക്ക് ഇപ്പോഴത് ഒരു വലിയൊരു ഗൂഢാചരണ ഭാവമാണെന്ന് പറയണം. അപ്പൊ ആ കുട്ടികൾ തൂക്കണത് അവർ 10ാം ക്ലാസ് വരെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് എന്താ കാര്യമുള്ളത്? അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ, പക്ഷെ അതോടുകൂടി ഏറ്റവും വലിയ തകരാറ് സംഭവിച്ച ആൾക്കാർ പറയുമ്പോൾ ഇവിടുത്തെ ഈ പറഞ്ഞ ദാരിദ്ര്യവാസികളായിട്ടുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ. മറ്റുള്ളവർ അവർ വീട്ടിലിരുന്ന് അവരതനുസരിച്ച് പഠിപ്പിക്കും, അതനുസരിച്ച് അവർക്ക് കോളേജ് ചെയ്യാനും പറ്റും. മറ്റൊരാൾക്കും ഒരു കച്ചടങ്ങ്. പക്ഷെ A+ ഒക്കെ ഇതിനുണ്ട്. എന്നിട്ട് കഥ ഇപ്പൊ തമാശ അതല്ല. ഈ A+ കാരൊക്കെ കൂടി ഇത് ഉണ്ടാക്കിയിട്ട്, പക്ഷേ എല്ലാത്തിനും ഇപ്പൊ പരീക്ഷയാണ്. ഇപ്പൊ എല്ലാത്തിനും ഒരു പരീക്ഷ ഇല്ലാത്ത തോന്നുന്നു. പണ്ട് ആകെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസിന് മാത്രം ഒരു പരീക്ഷ, അത് സ്റ്റേറ്റ് ലെവലിലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഓൾ ഇന്ത്യ ലെവലിലാക്കിയല്ല. ഇതാലോചിച്ച് നോക്കും, എല്ലാം ഓൾ ഇന്ത്യ പരീക്ഷയാണ്. അപ്പൊ ഈ കഴിവുള്ളവർ മാത്രമേ കയറുള്ളൂ. പക്ഷെ അത് മാത്രമല്ല, അവിടെ നടക്കുന്ന ഒരുപാട് കള്ളക്കളികൾ നടക്കുന്നത് അത് വേറെ. കൈക്കൂലി കൊടുത്ത് ഈ പറഞ്ഞവരെ എന്താണ്
ആൻസർ പേപ്പർ അല്ല ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തെടുത്ത് പഠിപ്പിക്കുന്ന പരിപാടികളിൽ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കണ്ടില്ലേ. ഇങ്ങനെ ഒരു വലിയ ഒരു സിറ്റുവേഷനാണ് ഇപ്പൊ നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇസ് വെരി ഡൗൺ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ തന്നെ അത് മാറ്റിയെടുത്താലും ശരിയാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താ ചിലപ്പോൾ ഗവൺമെന്റ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന കഥയില്ല. അപ്പൊ ഓരോ പേരന്റും ചെയ്യേണ്ടതെന്നാൽ അവരുടെ മകൻ ഈ പറഞ്ഞ പോലെ കരസ് പരീക്ഷ എല്ലാം പഠിച്ചിട്ട് തന്നെ പാസ്സാകണം. അല്ലാതെ വെറുതെ പാസ്സാക്കി കൊണ്ട് നടന്നിട്ട് കഥയില്ല. ഇപ്പൊ ബ്രിട്ടീഷ് ഈ പറഞ്ഞ അമേരിക്കക്കാർ ഉണ്ടാക്കിയ സിസ്റ്റമാണ് ഈ സംഗതി എന്ന് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ അത് അവർ മനഃപൂർവ്വം ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? ആ കാലത്ത് അതായത് ഈ പറഞ്ഞ 2000 മാനങ്ങളിലൊക്കെ അവിടെ ഈ പറഞ്ഞ പോലെ എല്ലാ സ്ഥാപനങ്ങളും നടത്തിക്കൊണ്ടിരുന്നതില്ല തൊഴിലാളികൾ അല്ലെ ചില ഓഫീസർമാര് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാര് നമ്മുടെ ഇന്ത്യക്കാർ ആയിരുന്നു. കാരണം എന്താണ്? ഇന്ത്യയിൽ ഇപ്പോൾ ഡിഗ്രി പാസ്സായി പോകണ പിള്ളേരൊക്കെ തന്നെ മിടുക്കന്മാരാണ്. പക്ഷെ അവിടെ അമേരിക്ക അതല്ല. അമേരിക്കൻ സിസ്റ്റം എന്താണ്? അവർ കഷ്ടിച്ച് സ്കൂൾ പാസ്സാക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി തന്നെ എല്ലാം ചെയ്തോണം. അല്ലാണ്ട് അവന്റെ അമ്മയും അച്ഛനും ആരും തന്നെ അവനെ ഹെൽപ്പ് ചെയ്യില്ല. അപ്പൊ അവൻ പഠിക്കാൻ താല്പര്യമുള്ള പിള്ളേർ എന്ത് ചെയ്യണം? അവൻ വീട്ടിൽ തന്നെ എടുക്കണം. അവൻ സ്വന്തമായിട്ട് ജോലി ചെയ്തിട്ട് ആ വരുമാനത്തിൽ നിന്നാണ് അവൻ പഠിക്കാൻ തുടങ്ങണം. അതുകൊണ്ട് ഹയർ എഡ്യൂക്കേഷനുള്ള ആൾക്കാർ വളരെ കുറവാണ്. കാരണം അതിനു വേണ്ടി തന്നെ പോകുന്ന ആൾക്കാർ മാത്രം ഹയർ എഡ്യൂക്കേഷൻ പോകുള്ളൂ. നമ്മുടെ ഇവിടെ അതല്ല. നമ്മുടെ ഇവിടെ എല്ലാവരും ഹയർ എഡ്യൂക്കേഷൻ ടാർഗറ്റ് ചെയ്യും. ഇതിനായിട്ട് ഇതാക്കാൻ ഒരു കാര്യമില്ല. കാരണം ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഗതികേടെന്ന് വെച്ചപ്പോൾ ഞാൻ എംടെക്കുകാർക്ക് വേണ്ടി ഈ പറഞ്ഞ പോലെ ക്ലാസ് കൊടുക്കാറുണ്ട്. UGC നെറ്റ് പരീക്ഷ പാസ്സാകാൻ വേണ്ടി MBA കൊടുക്കാറുണ്ട്. പക്ഷെ ആക്കെ MBA 75% കിട്ടിയ ഒരു പെങ്കൊച്ചുദേവരെ അതിൻ്റെ അടുത്ത് വന്ന് പഠിക്കാൻ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കൂട്ടാനും കിഴിക്കാനും കൂടി അറിയില്ല. എനിക്കറിയാം എങ്ങനെയാണ് MBAക്ക് 75% കിട്ടിയത്. അതുപോലെ MSc എംടെക് പാസ്സായ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു കമ്പ്യൂട്ടർ സയൻസിനെ സംബന്ധിച്ചുള്ള. അതിന് ഈ പറഞ്ഞ UGC നെറ്റിൽ ഫസ്റ്റ് പേപ്പർ ഉണ്ട്. അടുത്ത അരിത്തമെറ്റിക് എബിലിറ്റി അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇംഗ്ലീഷ് ഇതൊന്നും തന്നെ ഞങ്ങൾക്ക് അറിയില്ല. വൈ എന്താ ഇവർക്ക് ഈ പറഞ്ഞ പോലെ 80% 70% ഒക്കെ ഉണ്ട്. പിന്നെ എന്ത് ഈ കളി? ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന കാര്യം ഇതൊക്കെ നമ്മൾ ഞെട്ടുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ സിസ്റ്റത്തിന് ഈ പറഞ്ഞത് സത്യം പറഞ്ഞ ഗവൺമെന്റ് കൂടി ചേർന്ന ഒരു കള്ളക്കളിയാണ് ഈ പറഞ്ഞത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാവും. അപ്പൊ അത് മാറ്റിയെടുക്കണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ പേരൻസ് എന്ന് വിചാരിച്ചാൽ രക്ഷയുള്ളൂ. അല്ലെങ്കിൽ പറഞ്ഞാൽ പിള്ളേർ വെറുതെ ഇതായിട്ട് പോവുള്ളൂ. ഇപ്പൊ ജനസംഖ്യ കൂടുതലാണ്, വേക്കൻസി കുറവാണ്. അപ്പൊ സർക്കാർ ജോലി കിട്ടാത്ത പോലെ പാട്. ഇപ്പൊ ഗവൺമെന്റ് എല്ലാം പ്രൈവറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ എന്താണ് പറഞ്ഞ ആൾക്കാർ ഇതുപോലെ കിട്ടാൻ പ്രയാസം. അപ്പൊ അങ്ങനെ ഒരു വലിയ സിറ്റുവേഷനാണ് ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇപ്പൊ സിവിൽ സർവീസ് പരീക്ഷ. അപ്പൊ സിവിൽ സർവീസ് ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്ന ആൾക്കാർ സിവിൽ സർവീസുകാരാണ്. IAS IPS ഒക്കെ ഉള്ള ആൾക്കാർ ഇന്ത്യ ഭരിക്കണം. പിന്നെ ഡിഫൻസ് സർവീസ് കയറേണ്ടതാണ്. പക്ഷെ അതിന് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഈ തുടക്കത്തിലേക്ക് ഈ ചെന്ന് പഠിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. സോ യു ഹാവ് ടു മേക്ക് എ പ്ലാൻ. ആ പ്ലാൻ സിസ്റ്റം നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഇല്ല. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞവരെ കരിയർ ഗൈഡൻസ് ക്ലാസ് കൊടുക്കുമായിരുന്നു ഫ്രീ ആയിട്ട് നമ്മുടെ സ്കൂളിലും കോളേജിലും. പക്ഷെ ഇപ്പൊ അത് ഗവൺമെന്റ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ 10 കൊല്ലമായിട്ട്. ആര്? നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റ് എന്തോ ഞങ്ങൾ എന്ത് തട്ടിപ്പടുത്തെന്ന് പറഞ്ഞാൽ. പക്ഷെ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ആൾക്കാർക്ക് അറിയില്ല എന്താണ്. അതുകൊണ്ട് എന്താ ചുമ്മാ ഈ ആൾക്കാർ വെറുതെ ഡിഗ്രി എടുത്ത് കെട്ടിക്കൊണ്ടിരിക്കുക. 2-3 ഡിഗ്രി ആൾക്കാരുണ്ട്. എന്നിട്ട് എന്താ കാര്യം? ഒരു പണിയില്ല. ഈ പറഞ്ഞ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയിൽ പോയിട്ട് 6000 രൂപക്ക് 2000 രൂപക്ക് എന്തെങ്കിലും ജോലി ചെയ്യാൻ തന്നെ അവർക്ക് വേറെ കാര്യം നടക്കുന്നില്ല. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ 10 മണിക്കൂർ 15 മണിക്കൂർ ജോലി ഓരോ കഷ്ടപ്പെടുന്നതാണ് ജീവിക്കുന്നത്. അപ്പൊ ഈ സിസ്റ്റം ഒന്നും നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയണത് നിങ്ങൾ ആദ്യമേ തന്നെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വെച്ചാൽ കരിയർ ഗൈഡൻസ് ചെറുപ്പത്തിലേ കിട്ടണം. കാര്യം ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ യു വിൽ ഗെറ്റ്. എന്തായാലും അസാധ്യമെന്ന് പറയാൻ വാക്കില്ല. ഇതും ഞാൻ പറഞ്ഞ എൻ്റെ അനുഭവം, കഴിഞ്ഞ 27 വർഷത്തെ എൻ്റെ അനുഭവത്തിന് മനസ്സിലാക്കാൻ. അങ്ങനെയല്ല, ഒരു കുട്ടി വിചാരിക്കും എനിക്ക് അത് കിട്ടണം, ഐ വിൽ ഗെറ്റ് ഇറ്റ് എന്ന് പറഞ്ഞ് വിചാരിച്ച് വർക്ക് ചെയ്ത് ഡെഫിനറ്റ്ലി ഹി ഓർ ഷീ വുഡ് ഗെറ്റ് ഇറ്റ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ ആൾക്കാർ പലരും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ഒരു പ്രശ്നം എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ചിന്ത, ഹൗ ടു കൺട്രോൾ അവർ ബ്രെയിൻ, ദാറ്റ്സ് ദി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. പക്ഷെ അതൊന്നും നമ്മുടെ ഇപ്പൊ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇല്ല. കാണപ്പണം പിടിച്ച് കട്ട് ചെയ്യുക എന്നുള്ള പരിപാടിയാണ്. പക്ഷെ ഇപ്പൊ അത് മാറി. ഇപ്പൊ ഈ പറയുമ്പോൾ കേരള PSC എന്ന് പറയുന്ന സാധനം ചുമ്മാ ഈ പറഞ്ഞാലും മെമ്മറിയാണ്. കുറെ ആൾക്കാർ പേര് അറിഞ്ഞിരിക്കണം, അതറിഞ്ഞിരിക്കും, ഇതറിഞ്ഞു. അതുകൊണ്ട് എന്താ അറിയും? ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവ് വേണ്ടേ? ഓഫീസർമാർക്ക് വേണം, അതില്ല. അപ്പൊ അതുകൊണ്ട് പക്ഷെ ഇതിപ്പോ സംഗതി മാറി. ഇപ്പൊ സിവിൽ സർവീസ് പരീക്ഷ ശരിക്കും ബുദ്ധി ഉപയോഗിച്ച് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പണ്ട് അതല്ല. കഥകൾ എഴുതി അതിനെ പറ്റി വ്യാഖ്യാനിച്ച് എഴുതി ഈ പറഞ്ഞ കവി കലാകാരന്മാരൊക്കെ ആൾക്കാരാണ് പണ്ട് കിട്ടിയിരുന്നത്. കൂടുതലും ഇംഗ്ലീഷ് ഇതായിട്ട് എടുക്കും, അംഗീകരിച്ചു ഇംഗ്ലീഷിൽ ഇത് കളിക്കുന്ന ആൾക്കാരെ കയറിക്കൊണ്ട്. പക്ഷെ ഇപ്പൊ അതല്ല. ഇപ്പൊ ബുദ്ധി വേണം, തീരുമാനിക്കാനുള്ള ഡിസിഷൻ മേക്കിങ്ങിനുള്ള കപ്പാസിറ്റി വേണം.
ആ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി എങ്ങനെയുള്ളത് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ല. യു ഹാവ് ടു തിങ്ക്. അപ്പൊ തിങ്ക് ചെയ്യാൻ എന്ത് ചെയ്യണം? ചെറുപ്പം മുതലേ ബുദ്ധിപൂർവം ചിന്തിക്കാനുള്ള കഴിവുണ്ടാക്കണം. അതിപ്പോ ഈ സിസ്റ്റത്തിൽ ഇല്ല. ജസ്റ്റ് കാണാപ്പടം പഠിച്ച് ആവർത്തിക്കുക, A+ കിട്ടും. കാണാപ്പടം പഠിച്ചിട്ടുള്ള കാര്യമാണ്. വൈ, ഹൗ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കും, എന്തുകൊണ്ട് അങ്ങനെ ആകാൻ പാടില്ല, ഇങ്ങനെ ഒരു തിങ്കിങ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഈ കോമ്പറ്റേറ്റീവ് പരീക്ഷ പാസ്സാണെങ്കിൽ തിങ്കിങ് ഇല്ലാതെ പറ്റില്ല. അപ്പൊ അതുവരെ കാണാപ്പടം പഠിച്ചുകൊണ്ടിരുന്ന ഒരു കഥയില്ല. അപ്പൊ അതുകൊണ്ട് സിസ്റ്റത്തിൽ നമ്മൾ മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ പേരൻസും അവരുടെ മക്കൾക്ക് ശരിയായ വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി പേഴ്സണലി ഇൻട്രസ്റ്റ് എടുത്താലേ രക്ഷയുള്ളൂ. കേരള ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് ഒക്കെ ചെയ്യണം എന്താണെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ആ എഡ്യൂക്കേഷൻ സിസ്റ്റം നശിപ്പിച്ച് കളയണം. വല്ല ഇതായിട്ടുള്ള ആൾക്കാർ വല്ല ഫീസ് കൊടുത്ത് ആൾക്കാർക്ക് വാസ്തവത്തിൽ പഠിക്കുന്ന രീതിയിൽ ആക്കി മാറ്റിയിരിക്കുകയാണ്. പറഞ്ഞ വിശ്വസിക്കുക. നിങ്ങൾ ഈ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇപ്പൊ ഈ പറഞ്ഞ ഇതാണ് കേന്ദ്രീയ വിദ്യാലയ, ഭയങ്കര അന്ന് ഞാൻ കണ്ടിട്ട് ആ സമയത്ത് വലിയ പാടാണ് ആ കേന്ദ്രീയ വിദ്യാലയ പിള്ളേർക്ക് ക്ലാസ് എടുക്കാനായിട്ട്. കാരണം എനിക്ക് ഒരുപാട് സംശയം വരും. മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്ന സംശയം, അത് സംസാരിക്കാനായിട്ട് അത് ശരിക്കും ബുദ്ധി ആലോചിച്ചിട്ട് ഉത്തരം പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ കാണുന്നത് വെച്ചാൽ ആ കേന്ദ്രീയ വിദ്യാലയം ഇതെല്ലാം ഡൗൺ ആയി. ഇപ്പൊ എന്താണ്, അവിടെ പെർമനന്റ് അപ്പോയിന്റ്മെന്റ് ഇല്ല. പെർമനന്റ് അപ്പോയിന്റ്മെന്റാണ് ആരാണ് പഠിപ്പിക്കണേ? ഈ പറഞ്ഞാൽ ഡിഗ്രി ഉള്ള ആൾക്കാർ ഇതായിട്ട് ടെമ്പററി ആയിട്ട് കാഷ്വൽ ലേബറായിട്ട് വന്ന് ജോലി ചെയ്യണം. കാരണം ഗവൺമെന്റ് കാശ് സേവ് ചെയ്യണം. ഇത്രേ ഉള്ളൂ. അപ്പൊ കേന്ദ്ര വിദ്യാലയം അഡ്മിഷൻ കിട്ടുന്ന വലിയ ആനക്കാരും എടുപ്പായി. അതല്ല, കഷ്ടിച്ച് ഒരു 50-60 പേരുള്ള സ്ഥലങ്ങളിൽ ആകെ 10 പേര് പോലും പെർമനന്റ് സ്റ്റാഫില്ല. ബാക്കിയൊക്കെ ഈ ഓൺ ഇതായിട്ടാണ്. അവർക്ക് സത്യം പറഞ്ഞാൽ ഇതുപോലും അറിയില്ല. അപ്പൊ അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനമാണ് ഇപ്പൊ നമ്മുടെ സംഘം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയണത്, നിങ്ങൾ ഈ പറഞ്ഞാൽ കോളേജിൽ പഠിച്ചാലും ഇത് പഠിച്ചാലും നിങ്ങൾക്ക് ഒരു ടാർഗറ്റ് ഇടുക. അപ്പൊ ആ ടാർഗറ്റ് ഇടാൻ വേണ്ടി ഇത് പറഞ്ഞ ഗൈഡൻസ് വേണം. അത് ചെറുപ്പത്തിലേ തന്നെ കൊടുക്കണം. പിള്ളേർ സൈനിക് സ്കൂൾ എൻട്രൻസ് കോച്ചിങ് നടത്താറുണ്ട്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ 6ാം ക്ലാസ്സിൽ അഡ്മിഷന്റെ പ്രശ്നം. അപ്പൊ അധികം പിള്ളേർ വരാറില്ല. പക്ഷെ വന്ന പിള്ളേർ ഞാൻ കണ്ടിട്ടുള്ള കാര്യം വെച്ചാൽ അവരൊക്കെ നല്ല ഇതാണ്. 5 വയസ്സാൾക്കൊക്കെ നല്ല ബുദ്ധിയുള്ള ആൾക്കാർ. അവർക്ക് റൈറ്റ് ആയിട്ട് ഞാൻ ട്രെയിനിങ് കൊടുത്താൽ അവരെല്ലാം തന്നെ കയറി പോയിട്ടുണ്ട്. എനിക്ക് തന്നെ അല്പം തോന്നി. അത് ആ പിള്ളേരല്ല, പക്ഷെ വന്ന പിള്ളേരെല്ലാം തന്നെ എൻ്റെ അടുത്ത് പഠിച്ച് അവർക്ക് തന്നെ കിട്ടി. പിന്നെ ഇന്റർവ്യൂവിനൊക്കെ അവർ ചില തട്ടിപ്പൊക്കെ നടത്തി കുറേ എണ്ണത്തിനൊക്കെ പാസ്സായിട്ട് പോലും കളഞ്ഞ കേസുണ്ട്. അത് വേറെ, അത് അവരുടെ അഴിമതിയുടെ പ്രശ്നമാണ്. പക്ഷെ അല്ലാതെ ഞാൻ കണ്ട കാര്യം വെച്ചാൽ ഞാൻ പഠിപ്പിച്ച എല്ലാ കുട്ടികൾക്കും ഈ കേന്ദ്രീയ വിദ്യാലയം അല്ല സെൻട്രൽ സ്കൂളിൽ സൈനിക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. കാര്യം പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായത് ഈ ബുദ്ധി എന്ന് പറയുന്ന സംഗതി ഈ പറഞ്ഞവരെ 5ാം ക്ലാസ് പഠിപ്പിക്കാൻ അടിപൊളിയാണ്. കാര്യം എന്താ വെച്ചാൽ അന്ന് ഞാൻ ചിലപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ശരി മാർക്കറ്റിംഗ് കുറച്ച് കുറവായതുകൊണ്ട് പലപ്പോഴും പല ക്ലാസ്സുകൾ ഞാൻ ഒന്നിച്ച് കമ്പൈൻ ചെയ്തെടുക്കും. ഇപ്പൊ മാത്തമാറ്റിക്സ്, കാരണം ഇവരുടെ സിലബസ് ഒക്കെ സെയിമാണ്. ഇപ്പൊ സൈനിക് സ്കൂളുകാരുടെ സിലബസ് ആയാലും എംടെക്കുകാരുടെ സിലബസ് ആയാലും എൻട്രൻസ് അവരുടെ പരീക്ഷയുടെ സിലബസ് സെയിമാണ്. കാര്യം എന്തൊക്കെയാണെന്ന് അറിയാമോ? 1 ടെസ്റ്റ് ഓഫ് റീസണിങ്, 2 അരിത്തമെറ്റിക് എബിലിറ്റി, 3 GK, 4 ജനറൽ ഇംഗ്ലീഷ്. ഇത്രയും കാര്യങ്ങളാണ് കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ളത്. അതിന് ടെസ്റ്റ് ഓഫ് റീസണിങ് ആണ് ഏറ്റവും പ്രയാസം. കാര്യം എന്താ വെച്ചാൽ ബുദ്ധി വേണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഈ ബിടെക്കാരനെ എംടെക്കാരനെ ഈ പറഞ്ഞ ബുദ്ധി ശരിയായിട്ട് അവർ ഉപയോഗിച്ച് പഠിച്ചിട്ടില്ല. ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല, ബുദ്ധി പഠിച്ചിട്ടില്ല. അപ്പൊ അത് ഭയങ്കര ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അത് ആലോചിക്കാൻ സമയമെടുക്കും. അവിടെ ഫെയിലർ ആണ്. കാരണം എന്താണ്, നമ്മളുടെ ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ അവർക്ക് ബുദ്ധി ഉപയോഗിക്കുക എന്നുള്ള കാര്യം പറയാറില്ല. കാണപ്പഴം പഠിച്ച് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ടീച്ചർമാർ ചെയ്യേണ്ട ചോദ്യം എന്താണ്, അവർ ആ പഠിപ്പിക്കണം അതേ ചോദ്യം ചോദിക്കും. അത് കാണപ്പഴം പഠിച്ച് എഴുതിയിട്ട് A+. പക്ഷെ അതിൽ നിന്ന് ഒരു വ്യത്യാസത്തിലൊരു ചോദ്യത്തിന് ചെറിയൊരു ട്വിസ്റ്റ് വന്നാൽ തീർന്ന്. അതിന് മനസ്സിലാവില്ല, ആൻസർ ശരിയാകില്ല. അപ്പൊ ആ ഒരു സിസ്റ്റം ആണ് ഇപ്പൊ നമ്മളുടെ ഇത്. അപ്പൊ അതുകൊണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റം ആകെ ഇതാണ്. പക്ഷെ അത് റീസ്ട്രക്ചർ ചെയ്തെടുക്കണം. ഈ പറഞ്ഞ പേരൻസ് ഉൾപ്പെടെ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവരാദ്യം ടാർഗറ്റ് പിള്ളേർക്ക് കൊടുക്കുക. ഏത് ടാർഗറ്റാണ് എത്തേണ്ടത്? ഉദാഹരണം ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ സിവിൽ സർവീസാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ കണ്ട സിവിൽ സർവീസുകാർ എല്ലാവരും എംടെക്കാരും ഈ പറഞ്ഞ MD-ക്കാരും ഒക്കെയാണ് ചെന്നതാണ്. അപ്പൊ എത്രാമത്തെ വയസ്സാണ് അവര് സർവീസ് 28-30 വയസ്സ് കഴിയുമ്പോഴാണ് ഇവന്മാര് IAS എടുക്കണം. മറിച്ച് ഇപ്പൊ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഒരു ഐഡിയ കൊടുക്കണം, അത് ഇന്ന ഇതെടുക്കണം എന്നവർ ഐഡിയ കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ധാരണ വെച്ചാൽ അവന്റെ ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമാണ്, ആ ഇഷ്ടം എന്ന് പറഞ്ഞ് സ്വന്തം ഇഷ്ടം ഇല്ല. അവൻ ആരെ കൂടെയൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നു, ആ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന മോട്ടിവേഷൻ വെച്ചിട്ടാണ് അവന്റെ ഈ പറഞ്ഞത് അവന്റെ ഈ ടാർഗറ്റ് എടുക്കുക. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുള്ള ജന്മന അല്ല. നമ്മുടെ ധാരണ അല്ല, തലയിലെടുത്തൊന്നും അല്ല.
പക്ഷെ അവൻ എവിടെ ചെന്ന് പെട്ടെന്ന് ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്ത് അവൻ ആ ഐഡിയ വരുന്നു. അപ്പൊ അവനൊരു മോട്ടിവേഷൻ വരുന്നു. ഹി കംസ് ടു ദാറ്റ്. പക്ഷെ ഞാൻ ഇവിടെ കണ്ടൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ മോട്ടിവേഷൻ ലെവൽ വളരെ ഇതായിട്ടുള്ള കാര്യമാണ്. അത് ഈ പറഞ്ഞ ഹയർ കാസ്റ്റുകൾക്ക് മോട്ടിവേഷൻ കാര്യമായിട്ടുണ്ട്. അവർ ഞാൻ ആകും എന്നുള്ളൊരു ധാരണയാണ്. ആൻഡ് ദേ റിയലി ഗെറ്റ് ത്രൂ. മറിച്ച് മറ്റുള്ള ആൾക്കാർ അവർ ഈ പറഞ്ഞ ദാരിദ്ര്യത്തെ കഷ്ടപ്പാട് ജയിക്കുന്ന ആൾക്കാർ കൂടുതലും നെഗറ്റീവ് ചിന്തയുടെ ആവശ്യമുള്ളത്. അത് അവരുടെ കുഴപ്പമല്ല. കാരണം പേരൻസ് കഷ്ടപ്പെടുമ്പോൾ അവർക്ക് ആ ഇതായിട്ട് വരാം, അത് ശരിയാവില്ല, ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞാണ് ആ ശരിയാവില്ലാത്തൊരു അന്തരീക്ഷത്തിൽ വളരെ കുട്ടികൾ എന്ത് ചെയ്യും, അവരുടെ മനസ്സിലും വന്നത് ശരിയാവില്ല എന്നുള്ളതാണ്. അപ്പൊ ഉപബോധ മനസ്സെന്ന് പറഞ്ഞ സാധനമുണ്ട്. ആ ഉപബോധ മനസ്സിൽ നമ്മളെല്ലാം ധരിക്കുന്നത് എന്താണ്, അത് ശരിയാവില്ല. കാരണം അവരത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതൊരു പ്രോഗ്രാമായിട്ട് മാറുകയാണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏതാണ് നമ്മുടെ തോട്ടാണ് ആക്ച്വലി വാട്ട് ഈസ് റിയലി ഹാപ്പനിങ്. പക്ഷെ അവിടെ രണ്ട് പ്രത്യേകതകൾ, തോട്ട് മനസ്സ് ആണ് രണ്ടും ഒരു സാധനം അല്ല. പക്ഷെ രണ്ടിന്റെ ഇത് കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനാണ്. പക്ഷെ നമ്മുടെ തലയിലിരിക്കുന്ന മനസ്സാണ്. അതാണ് ഏറ്റവും വലിയ ഇത് ആയിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്താലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. ഇത് ബുദ്ധിയുടെ കാര്യത്തിൽ എന്തിലും. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഈ വക ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. കാരണം എൻ്റെ അനുഭവം 10-27 വർഷത്തെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. മറിച്ച് ഇപ്പൊ ഒരു കുട്ടി വിചാരിക്കും ഞാനത് മേടിച്ച് മാറ്റും എന്ന് വിചാരിച്ചിട്ട് അവൻ ശരിക്കും ഉറപ്പിച്ച് വന്നു കഴിഞ്ഞാൽ നോ പ്രോബ്ലം, ഹി വിൽ ഗെറ്റ് ത്രൂ. ഞാൻ കണ്ടിട്ടുള്ള കാര്യം അത്. മറിച്ച് അത് ശരിയാവില്ല, എൻ്റെ തന്നെ അത് കയറില്ല, ഇത് കയറില്ല എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ തീർന്ന്. അപ്പൊ എന്തായാലും ഒരു വഴി, ആ വഴി എങ്ങനെ പോകണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പൊ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് കണ്ടൊരു കാര്യം, ഞാൻ പറഞ്ഞു ഞാനൊരു OBC വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പൊ ഈ പറഞ്ഞ എനിക്ക് വലിയ മോഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ മോഹങ്ങളാണ് എന്നെ നടത്തുന്നത്. പക്ഷെ ഞാൻ കണ്ട കാര്യം ഇപ്പൊ SC ST OBC എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പുകാരില്ലേ, അവർക്ക് ആർക്കും തന്നെ ഈ പറഞ്ഞ കാര്യമായ മോഹങ്ങളൊന്നും. അതൊരു വലിയ ഇതാണ്. ആ കാരണം കൊണ്ടാണ് ദേ റിമെയിൻ ബാക്ക്. കാരണം ഇപ്പൊ നോക്ക് 50% റിസർവേഷൻ SC ST OBCക്ക് ഉണ്ട്. എന്നിട്ട് നിങ്ങൾ നോക്ക് ഇന്ത്യൻ ആർമി ഇതിലൊക്കെ എത്ര പേരാണ് ഈ OBCക്കാരുണ്ട്, SC-ക്കാരുണ്ട്? ഇല്ല. വൈ? തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പൊ നമ്മുടെ ഒരു പരമ്പരാഗത ചിന്ത അതിന് അവർക്ക് ബുദ്ധിയില്ല, തലയിലെടുത്ത് കൊടുത്തില്ല. ആരും തെറ്റാണത്. ഇറ്റ് ഈസ് പ്രൂവ്ഡ് ബിയോണ്ട് ഡൗട്ട് ദാറ്റ് എവറിബഡി ഹാസ് ഈക്വൽ ഈ പറഞ്ഞ രീതിയിൽ ബ്രെയിൻ പവർ ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം ഈ പറഞ്ഞ പോലെ അംബേദ്കർ എത്ര ഡിഗ്രി എന്താ അദ്ദേഹം ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയത്. അദ്ദേഹം എന്താണ് ഒരു പറഞ്ഞൊരു ഇതായിട്ടുള്ള ആളല്ലായിരുന്നു. എന്നിട്ട് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ SC ST OBCകൾക്ക് ദേ ഷുഡ് ബി ട്രീറ്റഡ് ഡിഫറെന്റ്ലി. കാര്യം എന്താണ്, കോടിക്കണക്കിന് വർഷങ്ങൾ വേണ്ട 3000 വർഷമായി ഈ SC ST OBC സാധനം ഉണ്ടായിട്ട്. അതുവരെ അവന്മാരെ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് ബുദ്ധിയില്ല, ഇത് കറുത്ത ആര് പറഞ്ഞ കറുത്തതാണ്, ബുദ്ധിയില്ല. ആ നിറത്തിന്റെ കാര്യം ഇപ്പൊ നമ്മൾ ചീഫ് സെക്രട്ടറി കിടന്ന് പറയുന്നത്, സെക്രട്ടറി നിറം കറുപ്പാണ്, അതുകൊണ്ട് ചീഫ് സെക്രട്ടറി മോശക്കാരിയാണെന്ന് പറഞ്ഞു നമ്മൾ കേട്ടതല്ലേ അത്. വൈ ഷുഡ് യു ബി വറി അബൌട്ട് ഇറ്റ്? ഈ കറുപ്പ് നിറത്തിന് എന്താണ് തകരാറ്? ഇപ്പൊ നമ്മള് മുടി വെളുത്തു കഴിഞ്ഞാൽ അവരുടെ വയസ്സൻ എന്തല്ലേ വിളിക്കുന്നത്? അത് നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ ഇത് എല്ലാം ദുഃഖവും സുഖവും എല്ലാം ഇസ് അണ്ടർ യുവർ കൺട്രോൾ, നോട്ട് ഓൺ എനിബോഡീസ് ദിസ് തിങ്. അതും കൂടി മനസ്സിലാക്കുക. അറിവുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മളിത് ഇപ്പോഴും ശ്രീരാമൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ദൈവം വിചാരിച്ചാലേ കാര്യം നടക്കുള്ളൂ. എൻ്റെ കാര്യം അല്ല, നമ്മൾ വിചാരിച്ച് നടക്കും. അപ്പൊ അതുകൊണ്ട് വലിയൊരു മാറ്റം ഉണ്ടാക്കണം. പക്ഷെ യു ഷുഡ് ഗെറ്റ് റൈറ്റ് നോളജ്. ഇതാണ് വേണ്ടത്. ശ്രീബുദ്ധ പറഞ്ഞ വാക്കാണ് റൈറ്റ് തിങ്കിങ്, റൈറ്റ് ആക്ഷൻ, എല്ലാം റൈറ്റ് ആയ രീതിയായ എവറിത്തിങ് ഈസ് റൈറ്റ്. പക്ഷെ നമ്മൾ അത് ചെയ്യുന്നില്ല. വി ക്യാരി ഫോർ ദ നെഗറ്റീവ് തിങ്കിങ്. അപ്പൊ അതുകൊണ്ട് നെഗറ്റീവ് തിങ്കിങ് എടുത്ത് കളയുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ യു ക്യാൻ ടേക്ക് ആൻ എനിത്തിങ്. അപ്പൊ ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പൊ ആൾക്കാരെ ഇപ്പൊ മറ്റേത് എനിക്ക് ഈ പറഞ്ഞ വലിയൊരു ഇതായിരുന്നു, എങ്ങനെ ഈ ആൾക്കാരെ രക്ഷപ്പെടുത്താം. അപ്പൊ ഏറ്റവും എളുപ്പമാണ്. അപ്പൊ നിങ്ങൾ ആദ്യം വിചാരിച്ചാൽ മതി എനിക്ക് എന്താകണം. നിങ്ങൾ പേരന്റ് വിചാരിച്ചാൽ അവൻ അവിടെ എവിടെ എത്തിക്കാം. ഞാൻ എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അല്ല അവന്റെ മനസ്സിൽ ഈ പറഞ്ഞവരെ ഐഡിയ കൊടുക്കണം. എന്നതാക്കണം, എൻ്റെ മോനെ ഇന്നതാക്കണം. അതനുസരിച്ച് പുസ്തകങ്ങൾ കൊടുക്കുക, അതനുസരിച്ച് വായിക്കാൻ പഠിപ്പിക്കുക. അത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അതിന് ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തെടുക്കുക. ക്യാരക്ടർ നമുക്ക് ഈസിയായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക. നിങ്ങൾ വിചാരിക്കുന്ന വല്ല പ്രയാസമൊന്നും കാര്യമൊന്നുമല്ല. പക്ഷെ ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ പാടാ. ഉദാഹരണം ഞാൻ കണ്ട കാര്യം ഒരു 12 വയസ്സ് 13 വയസ്സ് പിന്നെ പാടാ. അപ്പോഴവർ വേറെ ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പൊ ഈ ഒരു സാഹചര്യം ഉണ്ടല്ലോ, ഈ പറഞ്ഞ മൊബൈലൊക്കെ ഉള്ള അഡിക്ഷൻ വെച്ചിട്ട് ദേ ആർ ആക്ച്വലി ഗെറ്റിംഗ് ദിസ് തിങ്. അതിക്കുമ്പോൾ അവരുടെ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്ത് നമ്മൾ ചെറുപ്പത്തിൽ എടുത്തില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ ദേ ആർ ഓൾ ലോസ്റ്റ്.
അങ്ങനെ എടുത്ത് കൊടുത്ത് ദേ ഗെറ്റ് അപ്പ് ആൻഡ് ദേ ടേക്ക് ദിസ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങളിൽ ആരെങ്കിലും വിചാരിച്ചു, ഞാൻ സത്യമായിട്ട് പറയാം, നിങ്ങളിപ്പോ +2 പാസ്സായ പിള്ളേര് IAS എടുക്കണമെന്ന് വിചാരിച്ചാൽ, സത്യം ഞാൻ പറയണം, നിങ്ങൾ +2 അപ്പൊ ഞാൻ പറഞ്ഞ 10ാം ക്ലാസ് ആ ലെവലിൽ വെച്ചൊരു IAS എടുക്കണം നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാം. 21ാമത്തെ വയസ്സ് IAS എടുക്കാം. കാൻ യു ബിലീവ് ഇറ്റ്? അത് നിങ്ങൾ ആയിരിക്കും IAS എടുക്കാൻ നിങ്ങൾ പറഞ്ഞ വല്ല മലമറച്ച ഡിഗ്രിയും ഡോക്ടറേറ്റ് ഒന്നും വേണ്ട. ജസ്റ്റ് എ സിമ്പിൾ ഡിഗ്രി, ദാറ്റ്സ് ഇനഫ്. ഒരു ജസ്റ്റ് പാസ് സർട്ടിഫിക്കറ്റ് മാത്രം മതി. പക്ഷെ IASന്റെ കാര്യങ്ങൾ നമ്മൾ തയ്യാറായിട്ട് പഠിക്കണം. അത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ 10ാം ക്ലാസ് മുതൽ വായനാശാല ഉണ്ടാക്കിയെടുക്കണം. പുസ്തകം വായന, ലോക വായന, പുസ്തകങ്ങളൊക്കെ അങ്ങനെയുള്ള ആ വായനാശീലം ഉണ്ടാക്കിയെടുത്ത് ലോകത്തെ പറ്റി എന്ത് സംഭവിക്കുന്നു, വാട്ട് ഈസ് ഹാപ്പനിങ്, വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ് എന്ന് നമ്മൾ ഇന്ററാക്ട് ചെയ്ത് വരിക. അതിനുശേഷം ഞാൻ പറയാം, +1 +2 നിങ്ങൾ മാത്തമാറ്റിക്സ് ഷുവറായിട്ട് സബ്ജക്റ്റായിട്ട് എടുക്കണം. കാര്യം എന്താ പറയുക, മാത്തമാറ്റിക്സ് ആണ് നിങ്ങളുടെ ബുദ്ധിക്ക് അല്പം ഇന്റർവ്യൂ കൊടുക്കുന്ന സംഗതി, മോട്ടിവേറ്റ് ചെയ്യുന്ന സാധനം മാത്സ് ആണ്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കണ്ട കാര്യം എല്ലാ പിള്ളേരും കൊമേഴ്സ് പറഞ്ഞു പോകും. സത്യം പറഞ്ഞാൽ കൊമേഴ്സുകാരൻ സത്യം പറഞ്ഞാൽ ഇതിൽ പോലും എന്താണ് നമ്മള് സ്റ്റേറ്റ് ബാങ്കിൽ പോലും കാണാറില്ല. കാര്യം എന്താ പറയുമ്പോൾ അവിടുത്തെ മത്സര പരീക്ഷയിൽ ഈ കണക്കും മറ്റതൊക്കെ ഉണ്ട്. അരിത്തമെറ്റിക് എബിലിറ്റി ഉണ്ട്, ടെസ്റ്റ് ഓഫ് റീസണിങ് ഉണ്ട്. ഇതൊന്നും ഈ പറഞ്ഞ കൊമേഴ്സുകാരുടെ തലക്കയറില്ല. കാരണം എന്താ, അവർക്ക് കണക്ക് ചെയ്യാനുള്ള ശീലമില്ല. 5800 കോടി സെല്ലാണ് നിങ്ങളുടെ തലച്ചോറിലുള്ളത്. 5800 കോടി എല്ലാവരിലും ഉള്ളത്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഓരോന്നിനും ഓരോരോ ഇതാണ്. 5800 കോടി ആലോചിച്ചു നിങ്ങൾ. പക്ഷെ നമ്മൾ അത് ഉപയോഗിക്കുന്ന ആൾക്കാർ കുറവാണ്. ബാക്കിയൊക്കെ വെറും ഡെഡായിട്ട് കിടക്കുകയാണ്. അപ്പൊ ആ ഇതിൽ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ചാൻസുകളൊക്കെ നമുക്കിവിടെ ഉണ്ട്. അതിനുള്ള സംവിധാനം ഈ സമൂഹത്തുണ്ട്. പക്ഷെ അത് നമുക്ക് ഉപയോഗിക്കാൻ അറിയില്ല. പക്ഷെ ഞങ്ങൾ വിശ്വപത്മ അക്കാഡമിക്കാർ അതിലാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് നെഗറ്റീവായിട്ടുള്ള ഈ ചിന്താഗതികൾ വി ഡോണ്ട് സപ്പോർട്ട്. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ ഫോർമേഷൻ ഈസ് ആൻ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആസ് ദ ടൈം ഓഫ് സ്റ്റഡി. അല്ലെങ്കിൽ വെറുതെ സബ്ജക്റ്റ് പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. സോ വി ഹാവ് ടു ചേഞ്ച് ദ സിസ്റ്റം. അപ്പൊ അതാണ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ വിശ്വപത്മ അക്കാഡമി ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ ചെയ്യണ പണി. കാരണം വെച്ചാല് ഐ നോ ഹൗ ടു മേക്ക് ദ പീപ്പിൾ വർക്ക്. അപ്പൊ അതിന് ഞാൻ പറയണത് നിങ്ങൾ ശരി, അത് ഈ വയസ്സ് കഴിഞ്ഞ ഡിഗ്രി കഴിഞ്ഞ് വന്നിട്ട് പിള്ളേരുടെ സംബന്ധിച്ച് വലിയ പാടാ. അതുകൊണ്ട് ഞാൻ പറയണ പേരൻസ് അവരെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു 3ാം ക്ലാസ് മുതൽ ദേ ഷുഡ് സ്റ്റാർട്ട് ദിസ് പറഞ്ഞ പോലെ ഗിവിംഗ് ദം ഗൈഡൻസ് അണ്ടർ ഇത് വരെയുള്ള ശരിക്ക് ബ്രെയിൻ സയൻസ് അറിയുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്താലും ശരി. അല്ല വെറുതെ എന്തെങ്കിലും കഥ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെ ഒരു വലിയ ഒരു സിസ്റ്റത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ IAS എടുക്കും, 21 വയസ്സ് IAS അടിച്ച് മാറ്റാം. അപ്പൊ എന്താ ഞാൻ പറയാം, അത് എളുപ്പമുള്ള വിദ്യ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയാണ് ഇപ്പൊ ഡിഗ്രി എടുക്കണം. ഇപ്പൊ ഹ്യൂമാനിറ്റീസ് എടുക്കാന്ന് വിചാരിക്കും. ഇപ്പൊ നല്ല എടുക്കാൻ എടുത്താണെങ്കിൽ IAS അതിനാൽ പറഞ്ഞാൽ ബിടെക്കിന്റെ പുറകെ പോകണ്ട. കാരണം ആ ബിടെക്കിന്റെ ഒരു ചോദ്യം പോലും ഈ പറഞ്ഞ IAS പരീക്ഷയ്ക്ക് പറ്റില്ല. അപ്പൊ അടുത്ത ചോദ്യം ഹ്യൂമാനിറ്റീസ് ആണ്. ഏതൊക്കെയാണ്? പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, എക്കണോമിക്സ്, സോഷ്യൽ സയൻസ്, ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. എപ്പോഴാണ് +2 കഴിഞ്ഞ പിള്ളേർ ഡിഗ്രിക്ക് ചേർന്നത് IAS ചാർജ് ഇറക്കണം. നമ്മൾ നിങ്ങൾ ഇത് എടുക്കുക, ഏത് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മെത്തേഡ് എല്ലാം നോക്കേണ്ടത് എന്താണ്? എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യോളജി, അങ്ങനെയുള്ള വിഷയങ്ങൾ. എന്നിട്ട് കോളേജിൽ ചേരാണ്ടിരിക്കുക. കാരണം കോളേജ് ചെന്നത് നെഗറ്റീവ് എടുത്തു കഞ്ചാവടി മാത്രമാണ്. നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ട്യൂഷൻ പോലെ വന്ന് പ്രൈവറ്റ് ആയിട്ട് പഠിച്ചാൽ മതി. അതിന് നിങ്ങൾ കോളേജിലൊന്നും പോകണ്ട. ഇപ്പൊ നമ്മുടെ ഈ പറഞ്ഞ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട്. പക്ഷെ എടുക്കേണ്ട സബ്ജക്ട് ഇതാണ്. ആ സബ്ജക്ട് എടുക്കുക, എൻ്റെ അടുത്ത് വന്ന് ഇത് പഠിക്കുക. ഏത് വിഷയങ്ങൾ നിങ്ങൾ പഠിക്കുക. സോ വാട്ട് ഹാപ്പൻ? 20ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡിഗ്രി കിട്ടും. പിന്നെ വേണമെങ്കിൽ ഈ പറഞ്ഞതിൽ 21 വയസ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ PGക്ക് വേണം ചേരാം. പക്ഷെ ആ സമയത്ത് പ്രിപ്പയർ ചെയ്ത ഫസ്റ്റ് ചാൻസ് യു വിൽ ഗെറ്റ് ത്രൂ IAS ഉറപ്പ്. കാര്യം എന്താ? നിങ്ങൾ 3 കൊല്ലം ഇതിനു വേണ്ടി ശരിക്കും പഠിക്കുക. അതുപോലെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് തൽക്കാലം നിർത്തുകയാണ്. അതുപോലെ നിങ്ങൾ ഡിഗ്രി ഈ പറഞ്ഞ പോലെ ഓഫീസർ ആവണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് നിങ്ങൾ ആലോചിക്കണം, +2 കഴിയുമ്പോഴാണ് ആ പരീക്ഷ. ഏത് ജനറൽ ആകണ ആൾക്കാരെ വേണമെങ്കിൽ +2 കഴിഞ്ഞിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവർ ഈ പറഞ്ഞ രീതിയിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 18ാമത്തെ വയസ്സിൽ പരീക്ഷ എഴുതി 5 ദിവസത്തെ ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂ ഇതിൽ അവർ നോക്കണം നമ്മുടെ ക്വാളിഫിക്കേഷൻ മാത്രമല്ല സ്വഭാവ ഗുണങ്ങൾ. അപ്പൊ അത് നമുക്ക് 4ാം ക്ലാസ് പോലെ പഠിച്ചാൽ ആ സ്വഭാവ ഗുണങ്ങളൊക്കെ ഉണ്ടാവും.
18ാമത്തെ വയസ്സിൽ ഓൾ ഇന്ത്യ ഡിഫൻസ് ഓഫീസിൽ കയറിയിട്ട് അവർ വേണമെങ്കിൽ ജനറലാ, ആർമിയുടെ ഇത് അല്ലെങ്കിൽ എയർ മാർഷലൊക്കെ ആകത്തീരാം. അപ്പം അതുകൊണ്ട് ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കുക. അല്ലാതെ വെറുതെ ഇരുന്ന് പരീക്ഷ കാണപ്പണം പഠിച്ചുകൊണ്ട് ഒരുപാട് ഡിഗ്രി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ജോലി കിട്ടാൻ വെറും ഒരു ഡിഗ്രി മാത്രം മതി. PG ലെവല് ഈ പറഞ്ഞ പോലെ കോളേജ് ലെക്ചർ ആകാനൊക്കെ PG മതി. ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും മാക്സിമം നിങ്ങൾക്ക് വേണ്ടി ഡിഗ്രി. അതിനുശേഷം നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് പഠിച്ചതൊക്കെ ഇപ്പൊ ഞാൻ നോക്കാം, ഞാൻ വെറും അല്ലാണ്ട് നിങ്ങൾ ഇതെല്ലാം പഠിച്ചുകൊണ്ട് അവിടെ ചെന്ന് ഒരു കാര്യമില്ല. അപ്പോൾ വാട്ട് യു ടു മേക്ക് എ വെരി ഗുഡ് പ്ലാനിങ്. പക്ഷേ ചെറുപ്പ പിള്ളേർക്ക് അതിന്റെ ഐഡിയ ഇല്ലല്ല. അതുകൊണ്ട് പേരൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ എന്നെ പോലുള്ള ആൾക്കാർ ക്ലാസ് എടുത്ത് അത് മനസ്സിലാവും. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളെ പറയണ ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ പണ്ട് ഞാൻ ഈ പറഞ്ഞ പല പിള്ളേർക്ക് 10-100 പിള്ളേർ പറയുമ്പോൾ 2 പേരുടെയെങ്കിലും ഐഡിയയിൽ അവർ തലയിൽ കയറിയിട്ട് അവർക്ക് ആഗ്രഹം വരും. അപ്പൊ ആദ്യം നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ യു ഷുഡ് ഹാവ് എ മോഹം വേണം, ആഗ്രഹം വേണം. എനിക്ക് ഇന്നതാകണം ഞാനതാകും എന്ന് ആവർത്തിച്ച് പറഞ്ഞ് വർക്ക് ചെയ്താൽ യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ്. സോ യു ആർ വെൽക്കം ആൻഡ് യു ക്യാൻ ആസ്ക് അസ് any doubtful questions. We will answer you. ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഭാവി നിങ്ങളുടെ തോട്ടിൽ മാത്രമാണ്. ആ പ്രോഗ്രാം ചെയ്യാൻ എനിക്ക് അതിനാണ് ബ്രെയിൻ പ്രോഗ്രാം എന്ന് പറയും. അത് ചെയ്താൽ എവറിത്തിങ് ഈസ് പോസിബിൾ. ഓക്കെ, വെൽക്കം, താങ്ക് യു.